ഷൂട്ടിംഗ് സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടി വിൻസി അലോഷ്യസ് പൊട്ടിച്ച വിവാദ ബോംബിന്റെ അലയൊലികൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റോടുകൂടി ഇനിയും ഏറെ നാൾ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ തുടരുമെന്ന് ഉറപ്പായി. ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാണ് മലയാള സിനിമാ മേഖല, പ്രത്യേകിച്ച് ചലച്ചിത്ര സംഘടനകൾ. ചലച്ചിത്ര സംഘടനയായ ഫിലിം ചേംബറിനും താരസംഘടന അമ്മയ്ക്കുമാണ് നടി ഇതുവരെ പരാതി നൽകിയത്. താരസംഘടനയായ അമ്മ 3 അംഗ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. ഇവർ വിൻസിയോട് വിവരങ്ങളും തിരക്കി. ഫിലിം ചേംബറിന് നൽകിയ പരാതിയിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടായേക്കാം. ചേംബറിന്റെ പ്രത്യേക യോഗം ഇതിനായി ചേരുന്നുമുണ്ട്. ടോം ചാക്കോയെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തുന്നതടക്കം ആലോചനയിൽ ഉണ്ടെന്നാണ് സൂചന. എന്നാൽ ചേംബറിന് നൽകിയ പരാതി ചോദ്യം ചെയ്ത് നടി വിൻസി അലോഷ്യസ് രംഗത്തെത്തിയിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ പേരും സൂത്രവാക്യം സിനിമയുടെ പേരും മാധ്യമങ്ങളോട് പറഞ്ഞതിലായിരുന്നു നടിയുടെ പ്രധാന അതൃപ്തി. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷണ സാധ്യത പരിശോധിച്ചിരുന്നു. എന്നാൽ പരാതിയുമായി രംഗത്ത് വരാൻ താല്പര്യമില്ലെന്ന മറുപടിയാണ് നടി അവരോടും പോലീസിനോടും പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഔദ്യോഗിക തലത്തിൽ അന്വേഷണങ്ങൾ ഉണ്ടാകാത്തത്. അതേസമയം ലഭിച്ച പരാതിയിൽ അന്വേഷണം തുടരുമെന്നാണ് ചലച്ചിത്ര സംഘടനകളുടെ നിലപാട്. അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഷൈനിനെതിരെ എന്ത് നടപടി വേണമെന്ന് താരസംഘടനയായ അമ്മ തീരുമാനിക്കും. ഇപ്പോഴത്തെ നിലയിൽ നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി എത്ര കണ്ട് മുന്നോട്ടു പോകുമെന്നതിൽ സിനിമാ സംഘടനകൾക്കിടയിലും സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ആദ്യ ആരോപണത്തിൽ നിന്ന് പിൻവലിഞ്ഞ് നടി നിലപാട് മയപ്പെടുത്തിയ സാഹചര്യത്തിൽ. ഏതാനും ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മികച്ച നടി എന്ന നിലയിൽ വിൻസി അലോഷ്യസ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. കച്ചവട സിനിമകൾക്കൊപ്പം സമാന്തര സിനിമകളിലും സജീവമായി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം അടക്കം നേടുകയുണ്ടായി. മലയാളത്തിലെ പ്രമുഖനായ നടനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്ത നടിയുടെ നിലപാടാണ് പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ ഇത് സൂത്രവാക്യം സിനിമയുടെ പ്രൊമോഷൻ ആണോ എന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനു മറുപടിയുമായി സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരും കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തി രംഗത്തെത്തുകയുണ്ടായി. രാവും പകലും ഇല്ലാതെ 40 ദിവസം കൊണ്ട് ചിത്രീകരിച്ച സിനിമയാണിതെന്നും നടിയുടെ പരാതി തങ്ങളുടെ മുൻപിൽ എത്തിയിരുന്നില്ല എന്നുമാണ് സംവിധായകൻ അടക്കമുള്ളവർ പറഞ്ഞത്. അത്തരമൊരു പരാതിയെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നാണ് സംവിധായകൻ യൂജിൻ ജോസ് ചിറമേലും വ്യക്തമാക്കിയത്. എന്തൊക്കെ പറഞ്ഞാലും വിൻസി അലോഷ്യസിന്റെ മലയാള സിനിമയിലെ തുടർഭാവിയാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച. പ്രത്യേകിച്ച് സെറ്റുകളിലെ മോശം അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടിമാർ അടക്കമുള്ളവർക്ക് മുൻകാലങ്ങളിൽ അപ്രഖ്യാപിത വിലക്ക് നേരിട്ടുള്ള സാഹചര്യത്തിൽ വിൻസിയുടെ ഭാവിയും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.